മുസ്ലിം ലീഗ് SDPI രഹസ്യ ചർച്ചയിൽ മുഖം നഷ്ടപ്പെട്ട് മുസ്ലിം ലീഗും UDF നേതാക്കളും യാദൃശ്ചികമായ കൂടിക്കാഴ്ച മാത്രമാണെന്ന് വിശദീകരിച്ച് ലീഗ് നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വം എത്തിയതെന്നും രാഷ്ട്രീയ ചർച്ചയാണ് നടന്നതെന്നും SDPI വിശദീകരിച്ചതോടെ UDFും പ്രതിരോധത്തിലായി. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, പുതിയ വിശദാംശങ്ങളും വിവരങ്ങളും. ബുധനാഴ്ച രാത്രി 8:05 മുതൽ 8:56 വരെ നീണ്ട 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് കൊണ്ടോട്ടി KTDCയുടെ ടാർമറിന്റെ ഹോട്ടലിലെ 105-ാം മുറിയിൽ നടന്നത്. ET മുഹമ്മദ് ബഷീറും PK കുഞ്ഞാലിക്കുട്ടിയും SDPI സംസ്ഥാന പ്രസിഡന്റ് മജീദ് ഫൈസിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ ഇളമരവും ഇക്രാമുൽ ഹക്കുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ 10 മിനിറ്റ് നേരം മാത്രമാണ് PK കുഞ്ഞാലിക്കുട്ടി എത്തിയത്. ഇവർ ഒരുമിച്ച് ചർച്ചയ്ക്ക് ശേഷം തിരിച്ചിറങ്ങിപ്പോരുന്നതിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കി. ഇന്നലെ മുതൽ ഇതിനോട് പ്രതികരിക്കാതിരുന്ന ലീഗ് നേതൃത്വം ഇന്ന് രാവിലെ വിശദീകരിച്ചത് യാദൃശ്ചികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് നടന്നത് എന്നായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഇതേ വിശദീകരണമാണ് നൽകിയത്. ETയും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞ വിശദീകരണം പാർട്ടിയിൽ തൃപ്തരാണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് SDPI സംസ്ഥാന പ്രസിഡന്റ് മജീദ് ഫൈസിയുടെ വിശദീകരണം രാഷ്ട്രീയ കൂടിക്കാഴ്ചയാണ് നടന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തിൽ ഇത്തരം ചർച്ചകൾ പതിവാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. തുടർ ചർച്ചകൾക്ക് തയ്യാറാണെന്നും നടത്താമെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇതോടെ മുസ്ലിം ലീഗ് നേതൃത്വം വെട്ടിലായി. UDF ഇക്കാര്യത്തിൽ ഇതുവരെ UDF നേതാക്കൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല. പരസ്യമായി കയ്യോടെ പിടിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ലീഗ് SDPI ബന്ധത്തിന്റെ പ്രത്യേകിച്ച് പൊന്നാനിയിൽ ഒരു തോൽവി ഭയന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ വർഗീയ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനുള്ള ലീഗിന്റെ ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. അനന്ത്, ശരി KT സ്വാലിഹ്, വിശദാംശങ്ങൾ വ്യക്തമാണ്. അതേസമയം 4 വോട്ടിന് വേണ്ടി UDF വർഗീയതയെ പ്രീണിപ്പിക്കുന്നുവെന്നതിന്റെ തെളിവാണ് SDPI ലീഗ് കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലീഗ് SDPI രഹസ്യബന്ധം തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CCTV ഒക്കെ ഉള്ളതുകൊണ്ടും സമയം രേഖപ്പെടുന്നതുകൊണ്ടും എല്ലാവരും കൂടി ഒന്നിച്ചവിടെ മുറിയിൽ എത്തിപ്പെട്ടത് ഒരു രേഖയായി മാറി. അപ്പോൾ അവർ ചർച്ച നടത്തിയില്ല എന്ന് പറയുന്നത് പിന്നെ എന്ത് കാര്യത്തിന് അവരെല്ലാവരും കൂടി ഒത്തുകൂടിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള ധാരണയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഇതാണ് പ്രശ്നം. ഈ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ആ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചാലേ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാനാവും. 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. നിർഭാഗ്യവശാൽ UDF അതാണ് സ്വീകരിച്ചു വരുന്നത്. ഒരു പാഠവും ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ. മുസ്ലിം ലീഗും SDPIയുമായി കാലങ്ങളായി രഹസ്യധാരണയുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ തവണ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ SDPI മത്സരിക്കാതിരുന്നതും ഇതിന്റെ തെളിവാണ്. പിന്നാമ്പുറത്ത് മതനിരപേക്ഷത പറയുന്ന ജനാധിപത്യ പാർട്ടികളുടെ തനി നിറം പുറത്തു വന്നിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൈരളി പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കാനം. ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന ഒരു സംഭവവികാസം, കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതാക്കളും SDPI നേതാക്കളും കൂടി ഒരു രഹസ്യമായൊരു കൂടിക്കാഴ്ച നടത്തി. അതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളടക്കം ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കണം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഹിന്ദു വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷം വർഗീയമായി സംഘടിക്കലല്ല ശരി എന്ന നിലപാടാണ് CPIയും CPMും എല്ലാം എടുത്തിട്ടുള്ളത്. അതും മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക വഴി മാത്രമേ ഈ ഹിന്ദു വർഗീയതയെ നമുക്ക് ചെറുക്കാൻ കഴിയുള്ളൂ. എന്നാൽ മുസ്ലിം ലീഗിന്റെ ആ ചെറുത്തുനിൽപ്പ് പോരാ എന്നതിൻ്റെ പേരിലാണ് വിവിധ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇടക്കാലത്ത് വന്നത്. അത് 92 ശേഷമാണ്, ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ഇന്ത്യയിലുണ്ടായത്. അത് തീവ്രവാദത്തിൻ്റെ അതിര് കിടക്കുന്ന ഘട്ടത്തിലേക്ക് പോയി. പക്ഷേ അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ ലീഗ് കർട്ടന് പിന്നിൽ അവരുമായിട്ട് സൗഹൃദം പങ്കുവച്ചിരുന്നു എന്ന്
നിരവധി സന്ദർഭങ്ങളിൽ നമുക്കറിയാം. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ യാദൃശ്ചികമല്ല ഇവരാരും അവിടെ മത്സരിക്കാതിരുന്നത് എന്നിപ്പോൾ മനസ്സിലായല്ലോ. യാദൃശ്ചികമല്ല ആ സംഭവം. അപ്പോൾ ഇത്തരം ചില ബന്ധങ്ങൾ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി മതനിരപേക്ഷത പുറത്തു പറയുകയും പിന്നിൽ ഈ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ജനാധിപത്യ പാർട്ടികളുടെ മുഖം ഇപ്പോൾ അത് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. SDPIയുമായി രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടിക്കാഴ്ച യാദൃശ്ചികം മാത്രമെന്നും SDPIയുമായി യാതൊരു സഹകരണത്തിനും ലീഗ് ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനത്തിലെ പൊതു സ്ഥലമാണെന്നുള്ള നിലയിൽ കിട്ടിയത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. രഹസ്യ ചർച്ചയിൽ UDF കൺവീനർ ബെന്നി ബഹനാൻ പങ്കെടുത്തുവെന്ന് PV അൻവർ. ലീഗ് SDPI കൂടിക്കാഴ്ച UDF അറിവോടെ. ചർച്ചയിലൂടെ പുറത്തുവന്നത് ലീഗിന്റെ വർഗീയ മുഖം. ലീഗിന് SDPIയുമായുള്ളത് നിരന്തര ബന്ധമാണ്. പകൽ ശത്രുക്കൾ, രാത്രിയിൽ ബന്ധം പുലർത്തുന്നവരെന്നും PV അൻവർ ആരോപിച്ചു. തെളിവുകൾ UDF മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം തന്നെയാണ് അവിടെ ചർച്ച നടന്നിട്ടുള്ളത്. UDF കൺവീനർ ബെന്നി ബഹനാൻ വഴിയിൽ വാഹന തടസ്സമുണ്ടായി എത്താൻ വൈകിയതാണ്. ഈ ചർച്ച കഴിഞ്ഞ് വളരെ വൈകി അദ്ദേഹം വന്ന് ഈ പറയുന്ന KTDCയുടെ ടെർമിനലിന്റെ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. വഴിയിൽ കുടുങ്ങിയ അദ്ദേഹവുമായി ഈ ചർച്ചയിൽ അവർ ടെലിഫോണിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ചർച്ച ഇന്നലെ അവിടെ പൂർത്തീകരിച്ചു എന്ന കാര്യം വളരെ വാസ്തവമാണ്. ഇപ്പൊ ഫൈസി പറയുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംസാരിച്ചാൽ അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. SDPI ഏറ്റവും വലിയ വർഗീയ കക്ഷിയാണ് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗും പലപ്പോഴും പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയുകയും ആളുകളുടെ മുമ്പിൽ ആ രീതിയിൽ കാണിക്കുകയും ഞങ്ങൾ അവർക്ക് എതിരാണെന്ന് പറയുകയും രാത്രിയിൽ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും വോട്ട് മറിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം രൂപീകരിക്കുകയും അവരുടെ സ്ഥാനാർത്ഥി SDPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ. SDPI ലീഗ് കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച കോൺഗ്രസ് നേതാവ് K സുധാകരൻ. SDPIയുടെ വോട്ട് വേണമെന്നും സുധാകരൻ പറഞ്ഞു. SDPI അടക്കം ആരുടെ വോട്ടും സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ദൃശ്യങ്ങളൊക്കെ എത്രമാത്രം വസ്തുനിഷ്ഠമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി ആരുടെ വോട്ടും നിഷേധിക്കാറില്ല. എനിക്ക് CPM-കാർ വോട്ട് ചെയ്യാറുണ്ടല്ലോ, എനിക്ക് BJP-കാർ വോട്ട് ചെയ്യാറുണ്ട്, എനിക്ക് SDPI-കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്യും, ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. വോട്ടിന് നിരോധനം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ശൈലി നമുക്കില്ല. UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് ആർക്കൊക്കെ വോട്ട് ചെയ്യാം, ആ വോട്ടെല്ലാം ഞങ്ങൾ സ്വീകരിക്കും എന്നൊന്നുമില്ല. SDPI എന്ന നിലക്കല്ല, എല്ലാവർക്കും ഒരു വോട്ടുണ്ട്. കള്ളനും കൊള്ളക്കാരനും കപ്പിത്താനും മുങ്ങിത്തപ്പും എല്ലാ ആളുകൾക്കും ഒരു വോട്ടുണ്ട്. ആ വോട്ടാണ് നമ്മൾ വി ആർ നോട്ട് കൺസിഡറിങ് ഇൻഡിവിജ്വൽസ്. പാർട്ടി എന്ന നിലക്കുള്ള ഒരു പിന്തുണ ഞങ്ങൾ ആരും വാങ്ങുന്നില്ല. പാർട്ടി എന്ന നിലക്ക് ആണല്ലോ അവർ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത്. വ്യക്തികളാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ വോട്ട് വാങ്ങുക എന്നുള്ളത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ വോട്ട് വേണ്ട എന്ന് പറയുന്നതൊന്നും ജനാധിപത്യമല്ല. എല്ലാ ജനങ്ങളുടെ വോട്ടും വാങ്ങാൻ സ്ഥാനാർത്ഥികൾക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ നിറവേറ്റും. ലീഗ് SDPI കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറാകാതെ UDF കൺവീനർ ബെന്നി ബഹനാൻ. താനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന ആരോപണത്തിനും മറുപടി പറയുന്നില്ലെന്നും ബെന്നി ബഹനാൻ അറിയിച്ചു. ആരോപണം ഉന്നയിച്ച PV അൻവറിന് സമനില തെറ്റിയിരിക്കുകയാണെന്നും ബെന്നി ബഹനാൻ കുറ്റപ്പെടുത്തി. അൻവറിന് സമനില തെറ്റിക്കാണ്. സമനില തെറ്റിയ അഭിപ്രായം എന്നവർക്ക് മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നേർവഴിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ്. ഞാൻ വളഞ്ഞു കെട്ടാനും വളച്ചു പിടിക്കാനും ഞാനില്ല. അതെല്ലാം ഓരോരുത്തരുടെ രാഷ്ട്രീയ സംസ്കാരമാണ്. പിന്നെ ഇത്തരം അല്പത്തരമാണ് ഈ പറയുന്നത്. അല്പത്തരത്തിന് മറുപടി പറയാനുള്ള രാഷ്ട്രീയ സദാചാരബോധം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നോടിയായി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി എന്നിവർ കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കോൺഗ്രസിൽ മാരത്തോൺ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇടുക്കി, വടകര സീറ്റുകൾ കോൺഗ്രസിന് തന്നെ, മറ്റാർക്കും നൽകേണ്ടതില്ല എന്ന ധാരണയുമുണ്ടായി. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ആനന്ദ്, ഈ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിലെ പല ഭാഗത്തും നടക്കുന്നത്. ഇപ്പോൾ കേരള ഹൌസിൽ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രത്യേകമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയം മുമ്പ് AK ആന്റണിയുടെ വസതിയിൽ ഈ മൂന്ന് നേതാക്കളും എത്തി. തുടർന്ന് AK ആന്റണിയുമായി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഒരു ധാരണ നേതാക്കൾ തമ്മിൽ ഉണ്ടാക്കാൻ ഈ യോഗത്തിൽ ശ്രമിച്ചിട്ടുണ്ട്.
അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേകം യോഗം ചേരുന്നത്. AI ഗ്രൂപ്പുകൾക്ക് 2 ലിസ്റ്റുകൾ, സ്ഥാനാർത്ഥി ലിസ്റ്റുകളുള്ള മണ്ഡലങ്ങൾ 5ഓളം വരും. ഇവിടെയൊക്കെ തർക്കം രൂക്ഷമാണ്. കൂടാതെ എറണാകുളത്ത് KV തോമസിനെ ഒഴിവാക്കാനായി A ഗ്രൂപ്പ് ശ്രമം നടക്കുന്നുണ്ട് എന്നറിയുന്നു. പക്ഷെ KV തോമസ് ഇന്ന് രാവിലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തെ കണ്ടു. പ്രത്യേകിച്ച് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്കുമായി കൂടിക്കാഴ്ച നടത്തി. ഹൈബി ഈഡനെയാണ് പകരമായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഹൈബി ഈഡനടക്കം എതിരെയുള്ള ആരോപണങ്ങൾ, കൂടാതെ താൻ നിന്നാൽ വിജയസാധ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ KV തോമസ് ഈ യോഗത്തെ അറിയിച്ചിട്ടുണ്ട്. യോഗം കഴിഞ്ഞു പോയി. അതിനിപ്പോൾ 3:30-ക്കാണ് വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പൂർണ്ണ യോഗം ചേരുന്നത്. ഈ യോഗത്തിന് എത്തുമ്പോൾ ഒറ്റ പേരുകളുമായി വരണം എന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. ഈ വയനാട് സീറ്റാണ് വലിയ തർക്കമായിരിക്കുന്നത്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മാറി വയനാട് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ മത്സരിച്ചാൽ വയനാടും ആലപ്പുഴയിലും അത് വലിയ രീതിയിൽ ദോഷകരമായി കോൺഗ്രസിനെ ബാധിക്കും എന്നാണ് നേതാക്കൾ പറയുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്ന് ഭയപ്പെട്ട് ഓടി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന്, ഈ പകരം ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും അടൂർ പ്രകാശുമാണ് സജീവമായുള്ളത്. പക്ഷെ അടൂർ പ്രകാശിനേക്കാളേറെ ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഇവിടെ സജീവ പരിഗണനയുണ്ട്. കാരണം ഷാനിമോൾ പറയുന്നത് അവരെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കുക എന്നതാണ് അവർ തള്ളിക്കളയുന്നു. ആറ്റിങ്ങലിൽ ഒരു കാരണവശാലും മത്സരിക്കില്ല എന്നാണ് ഷാനിമോൾ പറയുന്നത്. പിന്നെ അടൂർ പ്രകാശിനായിരിക്കും ആലപ്പുഴയിൽ സാധ്യത കൂടുതൽ. പാലക്കാട് കൂടാതെ ആലത്തൂർ മണ്ഡലത്തിലും തർക്കമുണ്ട്. ഇടുക്കി മണ്ഡലം PJ ജോസഫിന് നൽകില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നു. അവിടെ പകരം ജോസഫ് വാഴയ്ക്കനും ഡീൻ കുര്യാക്കോസും മണ്ഡലത്തിനായി രംഗത്തുണ്ട്. ഡീൻ കുര്യാക്കോസ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിലുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഇതേ തരത്തിൽ തന്നെയാണ് വടകരയുള്ളത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴിഞ്ഞ വടകരയിൽ KK രമേശ് സ്ഥാനാർത്ഥി പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതും ഹൈക്കമാൻഡ് നേതൃത്വം തള്ളിക്കളഞ്ഞു. അവിടെയും പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ശരി സന്തോഷ്, വ്യക്തമാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. കോൺഗ്രസിന്റെ ഒറ്റ സീറ്റും ആർക്കും നൽകില്ലെന്ന് KPCC പ്രസിഡന്റ് അറിയിച്ചു. പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ രാഷ്ട്രപതി സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിക്കുകയുള്ളൂവെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. കോട്ടയം, വടകര സീറ്റുകളിൽ പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കുമെന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. എനിക്കറിയില്ല, എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അത് മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാ? എനിക്ക് ഒരു പ്രതികരണം ഈ കാര്യത്തിൽ പറയാനില്ല. മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ആദ്യം ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നാളെ വൈകിട്ട് തീരുമാനമാകുമെന്ന് PJ ജോസഫ് ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം തൊടുപുഴയിൽ പ്രതികരിച്ചു. നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കുക. അപ്പൊ ഇന്ന് വൈകുന്നേരം സാറ് പറഞ്ഞിരുന്ന അപ്പൊ നാളെ പറയുള്ളോ? നാളെ തീരുമാനമാവും സാറേ. വീണ്ടും സാറേ പ്രതീക്ഷകൾ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. പ്രതീക്ഷ ഉണ്ടോ സാറേ? ഇടുക്കിയിലാണ് സാറ് മത്സരിക്കുന്നത്. ഇടുക്കി പൊതു സ്വതന്ത്രനാവോ സാറേ? PJ ജോസഫിനെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ മറ്റൊരു പാർട്ടി സ്വതന്ത്രനായി മത്സരിപ്പിക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരു സീറ്റ് ഒരു പാർട്ടിക്ക് കൊടുത്താൽ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ആ പാർട്ടിയാണല്ലോ തീരുമാനിക്കുക. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചു. ഉടനെ ചാടിക്കയറി അത് പറ്റുന്ന സ്ഥാനാർത്ഥിയല്ല എന്നൊരു ഘടകകക്ഷിക്ക് തോന്നിയാൽ അപ്പോൾ മാറ്റാൻ പറയാറുണ്ടോ സാധാരണ? അങ്ങനെ ഒരു നിലയിൽ സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടത്. ഇപ്പോൾ 2 സീറ്റ് അവർക്ക് UDF കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം, ഞങ്ങൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ ആർക്കും മനസ്സിലാകാത്ത കാര്യം, നിങ്ങൾക്കും മനസ്സിലാവില്ല, അതുപോലെ എനിക്കും മനസ്സിലാകുന്നില്ല. ഒരു പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്വതന്ത്രനായി നിർത്താൻ പോകുന്നുവെന്ന് ആലോചിക്കുന്നുവെന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. നിങ്ങളെ സൃഷ്ടിയാണോ അത് ശരിയായ വാർത്തയാണോ എന്ന് എനിക്കറിയില്ല. അത് ശരിയായ വാർത്തയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലോ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു വർക്കിംഗ് ചെയർമാനായിട്ടുള്ള ഒരാളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് അതെല്ലാം UDFന്റെ പാപ്പരത്വമാണ് കാണിക്കുന്നത്.
മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിന് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് സുപ്രീം കോടതി നീക്കി. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കാൻ തയ്യാറായില്ല. ശ്രീശാന്തിന്റെ ഭാഗം കേട്ട് 3 മാസത്തിനകം ശിക്ഷാ കാലാവധി പുനർപരിശോധിക്കണമെന്ന് BCCIയോട് കോടതി ഉത്തരവിട്ടു. കോടതി വിധി സ്വാഗതാർഹവും ഏറെ പ്രതീക്ഷയുള്ളതുമാണെന്ന് ശ്രീശാന്ത് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. 2013 IPL ഒത്തുകളി കേസിനെ തുടർന്നാണ് BCCI ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ വാതുവയ്പ് ആരോപണത്തിൽ ദില്ലി പാട്ടിൽ ഹൌസ് കോടതി 2015 ജൂലൈ 25 ശ്രീശാന്തിനെ വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ BCCI തയ്യാറായിരുന്നില്ല. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് കണ്ട കോടതി കുറ്റപത്രം റദ്ദാക്കുകയും എല്ലാ പ്രതികളെയും വെറുതെ വിടുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ 2015 അനുകൂല വിധിയുണ്ടായിട്ടും ശ്രീശാന്തിനെതിരെ BCCI ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. BCCIയുടെ വിലക്ക് പിൻവലിച്ച സുപ്രീം കോടതി ശ്രീശാന്തിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിട്ടില്ല. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 3 മാസത്തിനകം എന്ത് ശിക്ഷയാണ് ശ്രീശാന്തിന് നൽകുന്നതെന്ന് തീരുമാനിക്കണമെന്ന് BCCIയോട് സുപ്രീം കോടതി ഉത്തരവിട്ടു. BCCIയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നുമായിരുന്നു വിധിക്ക് ശേഷം ശ്രീശാന്തിന്റെ പ്രതികരണം. ശിക്ഷാ കാലാവധി എത്ര തന്നെയാണെങ്കിലും അത് പിന്നിട്ട് കഴിഞ്ഞെന്നും ശ്രീശാന്ത് കൂട്ടിച്ചേർത്തു. 90 ഡേയ്സ് കൊടുത്തിട്ടുണ്ട് BCCIക്ക്. പക്ഷേ ലൈഫ് ബാൻ മാറി. അപ്പോൾ ഇനി എന്തായാലും ലൈഫ് ബാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 6 വർഷം എടുത്തു. പക്ഷേ എങ്കിലും പേഷ്യൻ്റോട്ട് വെയിറ്റ് ചെയ്തു. പ്ലസ് കേരള ക്രിക്കറ്റ് നല്ലോണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഫ്യൂച്ചറിൽ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഡിഫിക്കൽട്ട് കോമ്പറ്റീഷനാണ്. ഒരു 3 മാസത്തിനുള്ളിൽ വീണ്ടും ഇതുകൊണ്ട് എക്സാക്ട്ലി സീസൺ തുടങ്ങുമ്പോൾ പെർമിഷൻ കിട്ടും തോന്നുന്നു. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. സുപ്രീം കോടതി വിധി കേരള ക്രിക്കറ്റ് അസോസിയേഷനും സ്വാഗതം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് തുടരുന്നു. ഹരിയാനയിൽ നിന്ന് 3 തവണ MP ആയ അരവിന്ദ് ശർമ്മ BJPയിൽ ചേർന്നു. ഹരിയാനയിലെ BJP ആസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൽ നിന്ന് അരവിന്ദ് ശർമ്മ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. മറ്റൊരു വാർത്തയിലേക്ക്. ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കിയതിൽ സന്തോഷമെന്ന ഭാര്യ ഭുവനേശ്വരി കുമാരി. BCCI നീതി നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീശാന്ത് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരും എന്നാണ് വിശ്വാസമെന്നും ഭുവനേശ്വരി കുമാരി കൊച്ചിയിൽ പ്രതികരിച്ചു. ഓരോ മണ്ഡലത്തിലെയും 50% VVPAT എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചു. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 നേതാക്കളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് മാർച്ച് 25 ഹർജികളിൽ വാദം കേൾക്കും. നിലവിൽ ഒരു മണ്ഡലത്തിലെ ശരാശരി 0.44% VVPAT രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 50% ഉയർത്തണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ VVPAT രസീതുകൾ മാത്രമേ എണ്ണുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ VVPAT രസീതുകൾ എണ്ണും. യാദൃശ്ചികമായി തെരഞ്ഞെടുക്കുന്ന ബൂത്തുകളാണ് ഇത്. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസും ലീഗും ജെയ്ഷെ മുഹമ്മദുമായും ചർച്ച നടത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി അഭിപ്രായപ്പെട്ടു. സർക്കാർ ഹോട്ടലിൽ നടന്ന ലീഗ് SDPI ചർച്ച തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ചർച്ച പാടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വേണമെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടനക്കാരുമായിട്ടും വേണമെങ്കിൽ മുന്നണി ഉണ്ടാകും. അത്രയും പരാജയ ഭീതിയിലാണ് കേരളത്തിലെ UDF എന്നുള്ളതിന്റെ തെളിവാണ് SDPIയുമായി മുന്നണി ഉണ്ടാക്കാനുള്ള അവരുടെ തീരുമാനം. സർക്കാർ അധീനതയിലുള്ള സ്ഥാപനങ്ങൾ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് ഇന്നലെ KTDC സ്ഥാപനത്തിൽ നടത്തിയിട്ടുള്ള ഈ കൂടിയാലോചന. ചർച്ച നടത്തി എന്നുള്ളത് SDPI നേതാക്കന്മാർ സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരിൽ ഈ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലീഗ് നേതാക്കന്മാർക്കെതിരെ ചട്ടലംഘനത്തിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കണം. അവർക്കെതിരായുള്ള പരാതി ഇലക്ഷൻ കമ്മീഷന് ഈ യോഗം സംബന്ധിച്ച് LDF നൽകും.
അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു അടക്കം 4 പേർക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. 10 വർഷം മുൻപുള്ള ഹർജിയിൽ ഇപ്പോഴാണോ കോടതിയെ സമീപിക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് യുവതിയുടെ അഭിഭാഷകനായ കപിൽ സിബലിനോട് ചോദിച്ചു. കേസിന്റെ നടപടികൾ ദില്ലി ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്നും തനിക്കും ഭർത്താവിനും സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യുവതി സുപ്രീംകോടതിയെ സമീപിച്ചത്. എന്നാൽ എവിടെയാണ് കേസുള്ളത്, ആ കോടതിയിൽ സുരക്ഷയ്ക്കായി യുവതിക്ക് സമീപിക്കാമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. സ്വകാര്യ സ്ഥാപനമായ OVOT തങ്ങളുടെ ആദ്യ ബ്രാൻഡായ ആംസ്ട്രാഡ് എയർ കണ്ടീഷനുകൾ വിപണിയിലിറക്കി. പുതുതലമുറയിലെ നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നിരവധി സവിശേഷതകളോടെ അവതരിപ്പിച്ചിരിക്കുന്ന ആംസ്ട്രാഡ് എയർ കണ്ടീഷനുകൾ 26,990 രൂപ മുതൽ ലഭ്യമാണ്. ആഡംബര ശ്രേണിയിൽപ്പെട്ട ഈ എയർ കണ്ടീഷനുകൾ സ്മാർട്ട് വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനാകുന്നതിനാൽ ലോകത്തെവിടെ നിന്നും ഇവ പ്രവർത്തിപ്പിക്കാം. കൂടാതെ 60 ഡിഗ്രി ചൂടിൽ വരെ AC കട്ടാകാതെ പ്രവർത്തിപ്പിക്കുമെന്നും നിർമ്മാതാക്കൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പുത്തൻ ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് തൃശൂരിലെ കേച്ചേരി വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വിവിധ തരം മാലിന്യങ്ങളെ തുടച്ചു നീക്കാനും പാഴായി പോകുന്ന ഊർജ്ജത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമായി വി ചലഞ്ച് വേസ്റ്റ് ആൻഡ് വേസ്റ്റേജ് എന്ന ആശയം നടപ്പിലാക്കുകയാണ് വിദ്യാർത്ഥികൾ. മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൊതുജനങ്ങൾ എന്നിവർക്കും ഈ ചലഞ്ച് ഏറ്റെടുക്കാം. മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്തും പാഴായി പോകുന്ന വസ്തുക്കളെ ഉപയോഗപ്രദമാക്കിയുമാണ് ചലഞ്ച് ഏറ്റെടുക്കേണ്ടത്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ, സിനിമാ താരം ഗിന്നസ് പക്രു തുടങ്ങിയവർ വിദ്യാർത്ഥികളുടെ ആശയത്തിന് പിന്തുണയുമായി എത്തി.